ഇന്നലെ നമ്മുടെ സാബുണ്ണം വന്ന സമയത്ത് അനീഷിനെ ആദ്യമായിട്ട് കണ്ട സമയത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ടേ. അത് എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. എപ്പിസോഡിൽ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. മേ ബി വന്നിട്ടുണ്ടാവണം. എന്തായാലും ലൈവിൽ കണ്ടതാണേ. എൻ്റെ പേര് സാബു എന്നാണ്. നിനക്കെന്നെ അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഉടനെ നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, അല്ല എനിക്കറിയാം എനിക്കറിയാം, സാബു ചേട്ടനല്ലേ, ബിഗ് ബോസ് ഫസ്റ്റ് സീസണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല നിനക്കങ്ങനെ എല്ലാവരെയും അറിയാൻ സാധ്യതയില്ലല്ലോ, നീ അങ്ങനെയാണല്ലോ. അതായത് സംഭവം മറ്റൊന്നുമല്ല, ഇദ്ദേഹം ഈ അനീഷ് ഉണ്ടല്ലോ, ഓരോരുത്തരെയും ആദ്യ സമയങ്ങളിൽ വന്ന സമയത്ത് പരിചയപ്പെട്ട സമയത്തൊക്കെ അനീഷ് പറയും, പേര് ചോദിക്കും, എന്തായിരുന്നു പേര്, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അങ്ങനെ ഒരു രീതിയിലാണ് അനീഷ് എപ്പോഴും ഓരോരുത്തരെയും പരിചയപ്പെടുന്നത്. അത് ജിഷിൻ വന്ന സമയത്ത് ഇതുപോലെ തന്നെ അനീഷ് ചോദിക്കുന്നുണ്ട്, പേരെന്താണ്? അപ്പോൾ നിനക്കെന്നെ അറിയില്ലേ? ഇല്ല, സത്യമായിട്ട് എനിക്കറിയില്ല, എന്തായിരുന്നു പേര്? അങ്ങനെ ചോദിച്ചിട്ട് ഒരു നമ്പർ നമ്മുടെ അനീഷ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് അനീഷിൻ്റെ ഗെയിമാണേ. അനീഷ് ഇവിടെ അതുകൊണ്ടാണ് അനീഷ് ഗെയിം കളിക്കുന്നില്ല, റിയൽ ആയിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ജിഷിനെ അനീഷിനെ അറിയാത്തയാണോ? മലയാളിയല്ലേ? മലയാളിയായിട്ടുള്ള ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ജിഷിനെ അറിയായിരിക്കും. പ്രത്യേകിച്ച് പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ ഏഷ്യാനെറ്റിൻ്റെ ഒരുപാട് സീരിയലുകളിലുള്ള ഒരാളാണ്. അനുമോളെ അറിയാത്തയാണോ? പക്ഷെ ഇവരൊന്നും അറിയാത്ത പോലെയാണ് ആദ്യം അനീഷ് വന്ന് പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണ് സാബു അണ്ണൻ വന്നപ്പോൾ അങ്ങോട്ട്, എൻ്റെ പേര് സാബു ആണ്, നിനക്കെന്നെ അറിയാൻ സാധ്യതയില്ല, നമ്മളൊരു പാവപ്പെട്ട മനുഷ്യനാണെന്നുള്ള രീതിയിൽ അനീഷിൻ്റെ അടുത്ത് അങ്ങോട്ട് പോയി പരിചയപ്പെട്ടത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.